അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിന് ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസിഒഡി രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങനെ വചനമാണല്ലോ അങ്ങനെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങനെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ റോജൻ എന്നും പറഞ്ഞൊരു മകൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. റോജനെയൊക്കെ പ്രസംഗിച്ച റോജന് വീട് നല്ല വീടൊക്കെയാണ്, പക്ഷെ സ്ഥലം കുറവാണ്. അവിടെ എന്നും ഒരു തിക്കുമുട്ടലും ഉണ്ട്. വീട്ടിൽ വരുമ്പോൾ അവർക്ക് അപ്പോൾ ഒരു പുതിയ വീട് വെച്ചപ്പോൾ വീടിൻ്റെ സ്ഥലം ഒതുങ്ങി. അപ്പോൾ വീടിൻ്റെ വീടിൻ്റെ പുറത്ത് ഒരു വഴിയുണ്ട്, ഉപയോഗിക്കാത്ത വഴിയാണ്. അപ്പം അതിൽ നിന്ന് അത് 1 സെൻറ്റ് സ്ഥലം കിട്ടിയാൽ ഇവർക്ക് കുറച്ചുകൂടി സൗകര്യം ഉണ്ടാകും. പക്ഷേ ചോദിച്ചാൽ തരുമോ എന്നറിയത്തില്ല. ചില ആൾക്കാർ നമ്മൾ ആവശ്യം പറഞ്ഞു തന്നാൽ പിന്നെ അവർ
ലോകത്തില്ലാത്ത വിലയൊക്കെ പറയത്തില്ലേ, എന്ന് ഞങ്ങളത് കൊടുക്കാൻ ഉദ്ദേശിക്കണില്ലെന്ന് പറയും. 12 കൊല്ലം നമ്മൾ നടത്തും. അവർക്കൊരാവശ്യം ഉണ്ടാകത്തില്ല ചിലപ്പോൾ. ഒരു വാരപ്പെട്ട നാട്ടിൽ നടപ്പുള്ള വിലയാണെങ്കിൽ കൊടുത്ത് കാശ് മേടിക്കണമല്ല. പക്ഷേ ഇവരങ്ങനെ അവർക്ക് കാശ് ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്കത് തരാതിരിക്കണം. എന്തെങ്കിലുമൊക്കെ ഏടാകൂടങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഏടാകൂടങ്ങൾ കുറേ ഉള്ളത് കാരണം ഏറ്റവും വലിയ ഏടാകൂടം അതൊന്നുമല്ല. ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിലൊരാൾ മരിച്ച്, ആ കുടുംബം മരിച്ചു. അത് 3 മാസം ആയുള്ളൂ. 3 മാസമായി. അപ്പോൾ ഇവർക്ക് റോജനെയൊക്കെ ചോദിക്കാനൊരു റിലക്റ്റൻസി, ഇങ്ങനെയുള്ള കണ്ടീഷൻ ചോദിക്കണോ. ഇപ്പോൾ നമ്മൾ ചോദിച്ചില്ല, അവർ വേറെ ആർക്കെങ്കിലും സ്ഥലം വിറ്റുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ചോദിക്കണമല്ലോ, ചോദിക്കണ്ടേ. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ച് അവസാനം ഇവർ 3 അമ്മയും ഭാര്യയും റോജനും സെപ്പറേറ്റ് ഉടമ്പടിയിലാണ്. ഒരു കുടുംബത്തിൽ തന്നെ 3 ഉടമ്പടിയാണ്. അപ്പോൾ അവർ അവസാനം പരിശുദ്ധാത്മാവ് നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ച്, ചോദിക്കണത് വിഷമമുണ്ട്, ഞങ്ങളങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങളെ വിഷമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ വീട് വെച്ചപ്പോൾ ഒതുങ്ങിപ്പോയ സ്ഥലത്തകത്ത് പെരുമാറാൻ സ്ഥലമില്ല, ഞങ്ങൾക്കൊരു സെൻറ്റ് സ്ഥലം കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഇവരോടത്ത് എന്തെങ്കിലും ഒരു കൊല്ലം കഴിഞ്ഞ് തരാമെന്നവരൊക്കെ പറയുമെന്ന് വിചാരിച്ചത്. പക്ഷെ അവർക്ക് ഈ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ആൾക്കാരാണ് ആ വീട്ടുകാർ. അത് പറഞ്ഞ് അതെന്താ, കുറച്ച് പണിയുണ്ടത്, വീട്ടുകാരൻ്റെ ഒരിടത്തു നിന്ന് പേരിൽ നിന്ന് എൻ്റെ പേരിലോട്ട് മാറ്റണം, എൻ്റെ പിള്ളേരുടെ പേരിലോട്ട് മാറ്റിയാൽ തരുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വില നിശ്ചയിച്ച്. പക്ഷെ അത് 1 മാസത്തിനുള്ളിൽ ആ സംഭവമില്ലെന്ന് പറഞ്ഞു. റോജൻ ഈ സാക്ഷ്യം കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു സംഭവം, നമ്മൾ ഈ അപേക്ഷയൊക്കെ പൂരിപ്പിക്കത്തില്ലേ, അപ്പം നമ്മൾ ബാങ്കിൽ അപേക്ഷയൊക്കെ പൂരിപ്പിക്കണം, വേറെ എന്തൊക്കെയല്ല ഇൻ്റർവ്യൂവിൻ്റെ അപേക്ഷയൊക്കെ പൂരിപ്പിക്കണം. താഴെ ഒരു സെക്ഷൻ ഉണ്ടായി, ഫോർ ഓഫീസ് യൂസ് ഒള്ളി അല്ലേ, ഫോർ ഓഫീസ് യൂസ് ഒള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓഫീസിൻ്റെ കൺകറൻസ്, അത് ആ അപേക്ഷ വെരിഫൈ ചെയ്ത് അതിനെ റെക്കമെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമാർക്ക് എഴുതി മാറ്റുകയോ ചെയ്തിട്ട് ഓഫീസ് സീൽ വെക്കേണ്ട സ്ഥലമാണ്. ഫയലിലേക്ക് പോകണ മുമ്പ് ഓഫീസ് ഒപ്പും വേണം, മാനേജറുടെ ഒപ്പും വേണം, ഓഫീസിൻ്റെ സീലും വേണം. അതിന് വേണ്ട ചില അണ്ണന്മാർ അതൊന്നും അറിയാതെ അവിടെ കയറി എഴുതും. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ചിലത് ദൈവം തന്നെ ചെയ്യേണ്ടതാണ്, അവിടെ ഓഫീസ് യൂസ് ഉള്ളിയാണ്, ദൈവം തന്നെ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്താൽ ശരിയാകത്തില്ല, നമ്മൾ ചെയ്താൽ അത് ക്യാൻസലാകും മിക്കവാറും. ഈ അറിയാൻ പാടില്ലാത്തൊരു കയറി ഓഫീസിൻ്റെ പേപ്പറെ കയറി കുറേ പേരൊക്കെ എഴുതി നമ്മൾ സ്വന്തം കാര്യമൊക്കെ എഴുതി വെക്കണ്ടേ, അതുപോലെ വരും. അപ്പം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം ദൈവം തന്നെ ചെയ്യേണ്ടത്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവത്തെ കൊണ്ട് അത് ചെയ്യിക്കണം. അതിനെന്ത് ചെയ്യണം? ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യാൻ, ഇപ്പോൾ ബൈബിൾ പറയത്തില്ലേ, ഇവൻ ഇത് ചെയ്തു കൊടുക്കാൻ ഇവൻ അർഹനാണ്. ആ വചനം എടുത്തേ, ലുക്ക 7:4. അവർ യേശുവിൻ്റെ അത് യഹൂദ പ്രമാണികളാണ് കേട്ടോ. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണ് അപേക്ഷിച്ച് പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. അതാണ് വിഷയം, അവൻ അർഹനാണ്. അപ്പം നമ്മൾ ഈ 4 ഓഫീസേഴ്സ് ഉള്ളെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അത് ദൈവം ചെയ്യാനുള്ള ദൈവം ചെയ്തോളൂ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് ദൈവം അത് ചെയ്തു തരാൻ, ആ ഓഫീസിലെ വർക്ക് കൺകറൻസ് ചെയ്തു തരാൻ, സീൽ ചെയ്തു തരാൻ, സൈൻ ചെയ്തു തരാൻ നമ്മൾ തന്നെ ദൈവദൃശ്യനെ അർഹരാക്കേണ്ടതുണ്ട്. എൻ്റെ പേര് ഷർമിള ബാബു. ഞാൻ വരുന്നത് കോട്ടയത്തു നിന്നാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2022 ഡിസംബർ 11-ാം തീയതിയാണ്. അതിനു മുമ്പ് കൃപാസനത്തെക്കുറിച്ച് പലരും അറിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കിങ്ങോട്ടേക്ക് വരാനൊരു അവസരം ഒത്തിരുന്നില്ല. പിന്നീട് ഔചാരികമായി യൂട്യൂബിൽ ജോസഫ് അച്ഛൻ്റെ പ്രഭാഷണം കേൾക്കാനിടയാകുകയും അങ്ങനെ ഒരാകർഷണം തോന്നി ഇങ്ങോട്ടേക്ക് വരികയുമാണ് ചെയ്തത്. ഈ ഡിസംബർ 11-ാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പോകുന്ന അന്ന് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ സ്വപ്ന ദർശനമുണ്ടായി. അമ്മ നീല വസ്ത്രമണിഞ്ഞ് 2 കരങ്ങളും നീട്ടി കയ്യിൽ ജപമാല ഏന്തി എൻ്റെ നേർക്ക് കൈ നീട്ടി നിൽക്കുന്ന സ്വപ്നമാണ് ഞാൻ കണ്ടത്. അപ്പോൾ അമ്മയുടെ കയ്യിൽ ജപമാലയുണ്ടായിരുന്നു. കാരണം ഒരു 6 മാസം മുമ്പ് തന്നെ
ഞാൻ ജപമാല ചൊല്ലി തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ കൃപാസനത്തിൻ്റെ മുൻവശത്ത് ഗ്രോട്ടോയിലുള്ള മാതാവിനെയാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ അമ്മയുടെ കയ്യിൽ ജപമാലയില്ല. പക്ഷേ ഞാൻ സ്വപ്നത്തിൽ കാണുന്ന അമ്മയുടെ കയ്യിൽ വലിയ മണികളുള്ള ജപമാലയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ 6 മാസം മുമ്പേ ജപമാല ചൊല്ലി തുടങ്ങിയത് കൊണ്ടാണ് അമ്മ ജപമാലയുമായിട്ട് എന്നെ സ്വപ്നത്തിൽ കാണാൻ വന്നതെന്ന്. ഇനി എൻ്റെ ഉടമ്പടി നിയോഗത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ ഉടമ്പടി നിയോഗത്തിലെ ഒരു കാര്യം എൻ്റെ പപ്പയുടെ മേൽ മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടാകണമെന്നായിരുന്നു. എൻ്റെ പപ്പ ഒരു COPD പേഷ്യൻ്റാണ്. പപ്പായുടെ ഒരു ശ്വാസകോശത്തിന് 35% മാത്രമേ പവറുള്ളൂ. എൻ്റെ അമ്മ 2 വർഷം മുമ്പ് ന്യൂമോണിയ ബാധിച്ചാണ് മരിച്ചത്. അപ്പം പപ്പയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ എനിക്ക് ആകെ വിഷമമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അടുത്ത് ഫെബ്രുവരി 4-ാം തീയതി ആയപ്പോഴത്തേക്ക്, അതിന് മുമ്പ് തന്നെ ജനുവരി 31-ാം തീയതി ഒരു തിമിര ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അപ്പോൾ തിമിര ശസ്ത്രക്രിയക്ക് ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞ് ഈ COPD പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ശ്വാസം മുട്ടലും ചുമയും പനിയും വല്ലാണ്ടങ്ങ് വർദ്ധിച്ചു. അപ്പോൾ സാധാരണ ഇങ്ങനെ വരുന്നത് കാരണം ഞങ്ങളത്ര കാര്യമാക്കിയില്ല. അത് ഫെബ്രുവരി 4-ാം തീയതി ആരംഭിച്ചു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഉടമ്പടി തൈലം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി പപ്പയുടെ നെറ്റിയിൽ പൂശി ഉപ്പ് നൽകി പപ്പയുടെ തൈണക്കടിയിൽ ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപം വെച്ചു. 5-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്ക് പപ്പ സ്വപ്നം കാണുകയാണ്. മാതാവ് കയ്യിലൊരു ചെറിയ ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞു, ചെറിയൊരു ബോക്സ്. ആ ബോക്സുമായിട്ട് അമ്മ പപ്പയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ഞാനിതിപ്പോൾ തരുന്നില്ല, ഞാനൊരു 14 ദിവസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ശ്വാസമുട്ടലും പനിയും വല്ലാതെ കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ചെന്നപ്പോൾ തന്നെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. കാർബൺ വളരെ കൂടിയിട്ട് തുപ്പുന്ന കഫത്തിലെല്ലാം ഈ കഫം കറുത്ത നിറത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കാർബൺ അതുപോലെ കൂടിയായിരുന്നു. അങ്ങനെ ICUലേക്ക് ഉടനെ തന്നെ ഷിഫ്റ്റ് ചെയ്തു. ഓക്സിജൻ കൊടുത്ത് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ ICUലേക്ക് മാറ്റുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീണ്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തൈലം നെറ്റിയിൽ പൂശി. അങ്ങനെ ICUയിൽ ആയി. ആ സമയത്ത് രാത്രി മുഴുവൻ ഞങ്ങൾ ഉറങ്ങാതെ റൂമിലിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും യൂട്യൂബിലെ ജോസഫ് അച്ഛൻ്റെ വചന ശുശ്രൂഷകൾ ശ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് തന്നെ ഈ ICUയിൽ വേറെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ന്യൂമോണിയയുടെ എക്സ്റേ എടുത്തപ്പോൾ ന്യൂമോണിയയുടെ ആരംഭം ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഈ ന്യൂമോണിയയുടെ ആരംഭം ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ന്യൂമോ കെയർ ബൈപ്പാപ്പ് എന്നൊരു മാസ്ക് ഇവരെ മുഖത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ICUയിലാണ്. 2 നേഴ്സുമാർ ഡ്യൂട്ടിയിലുണ്ട്. അപ്പം ഈ തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ കാരണം ഈ കണ്ണട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാസ്ക് പ്രോപ്പറായിട്ടായിരുന്നില്ല ഇരിക്കുന്നത്, മാസ്ക് പ്രോപ്പറായിട്ടല്ല വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പപ്പായ്ക്ക് വളരെ അസ്വസ്ഥത തോന്നി. ഇപ്പം കൂടെ ഈ ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നത് കാരണം ഒന്നാമത് അസ്വസ്ഥനാണ്. അപ്പോഴത്തേക്ക് ഈ മാസ്കും കൂടെ പ്രോപ്പർ അല്ലാതിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് ശ്വാസം കിട്ടുകയല്ല, ശ്വാസം മുട്ടുകയാണ് വീണ്ടും ചെയ്തത്. പപ്പ ആ കിടക്കയിൽ കിടന്ന് നേഴ്സുമാരെ ഒരുപാട് തവണ വിളിച്ചു. അപ്പോൾ അവരിപ്പോൾ ഒരു രോഗിയുടെ ജൽപ്പനങ്ങളായിട്ടേ കരുതിയുള്ളൂ, അവരങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്ന പോലുമില്ല. അപ്പം തൊട്ടടുത്താണ് ഈ നേഴ്സുമായി ഇരിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും ഒരു പുസ്തകവും വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നേഴ്സുമാരെ വിളിക്കുന്നു, അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ പറയുന്നുണ്ട് അപ്പച്ചൻ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചനെ ഉടനെ ഞങ്ങൾ വെന്റിലേറ്ററിലോട്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിടന്ന് പപ്പായ്ക്ക് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ കിടന്ന് മരിക്കുകയേ ഉള്ളൂ. പപ്പ ഒന്നും വിളിച്ചില്ല. പപ്പ ആദ്യം വിളിച്ചത് എൻ്റെ കൃപാസനം മാതാവേ എന്ന് പപ്പ വിളിച്ചെന്ന് പറഞ്ഞു. പപ്പ പറയുകയാണ് പെട്ടെന്ന് 2 അഗ്നി ചിറകുകൾ ഇങ്ങനെ വിടരുമായിരുന്നു പറഞ്ഞു. ആ അഗ്നി ചിറകുകൾ കാത്തുനിന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ഉടനെ തന്നെ ഈ മാസ്കിൻ്റെ പ്രവർത്തനം ഡ്രിപ്പായിപ്പോയി. അവരുടനെ വന്ന് പ്രോപ്പറായിട്ട് വെക്കുകയും ചെയ്തു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും പപ്പ ICUയിൽ കിടന്ന് മരിക്കുകയുള്ളായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ രാവിലെ ഞങ്ങൾക്ക് ICUയിൽ കയറി പപ്പയെ കാണാൻ അവസരം തന്നു. അങ്ങനെ കയറുന്ന സമയത്ത് രാവിലെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന സിസ്റ്റർ ഇവിടുത്തെ ഒരു വിശ്വാസിയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി പ്രാർത്ഥനാ പുസ്തകവും തൈലവും ഒക്കെ കണ്ടുകൊണ്ട് സിസ്റ്റർ എന്നോട് പറഞ്ഞു പപ്പായുടെ അടുത്ത് എന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ICUയിൽ ഞാൻ പപ്പായുടെ അടുത്ത് എന്ന് ഉറക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം പൂശുകയും
ആ ഉപ്പിൻ്റെ ചെറിയൊരു അംശമെടുത്ത് ഞാൻ പപ്പയുടെ കിടക്കയിൽ വിതറുകയും ചെയ്തു. അന്ന് 10 മണിയോടുകൂടി തന്നെ റൂമിലേക്ക് മാറ്റി. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഡിസ്ചാർജായി. പിന്നീട് വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മാതാവ് പറഞ്ഞ ദിവസം എത്തി. അതായത് ഫെബ്രുവരി 5-ാം തീയതിയാണ് പപ്പായോട് വന്ന് പറഞ്ഞത് 14 ദിവസം കഴിഞ്ഞ് കാണാമെന്ന്. അപ്പോൾ ഫെബ്രുവരി 19-ാം തീയതി ഒരു ഞായറാഴ്ചയായിരുന്നു. അപ്പം അന്ന് മാതാവ് കാണാതെ കാണാൻ പപ്പായ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. അപ്പം മാതാവിനോടുള്ള വാക്ക് പാലിക്കാൻ വേണ്ടി ഞാനും ഭർത്താവും കൂടി അമ്മയെ കാണാനായിട്ട് ഇവിടെ എത്തി. ഇവിടെ എത്തുന്നതിന് മുമ്പ് വരെ പപ്പ എന്നോട് പറഞ്ഞു, ഒരു 10 രൂപയുടെ ഒരു നാണയം എടുത്തിട്ട് പപ്പ എന്നോട് പറഞ്ഞു, ഇത് അമ്മയ്ക്ക് സമർപ്പിച്ചേക്കുക, എന്നിട്ട് എൻ്റെ രോഗങ്ങളും അമ്മയുടെ കാലത്തിലേക്ക് സമർപ്പിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. അമ്മയ്ക്ക് നന്ദിയും പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. എന്നാൽ അമ്മ മറന്നില്ല. അമ്മ പറഞ്ഞ ആ ദിവസം അമ്മ മറന്നില്ല. 19-ാം തീയതി പപ്പായെ 14 ദിവസം കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് ആ ദിവസം തന്നെ അമ്മ വീട്ടിലെത്തി. ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ടലുള്ളത് കാരണം കസേരയിൽ ഇരുന്നാണ് ചിലപ്പോൾ ഉറങ്ങുന്നത്. അങ്ങനെ ഇരുന്ന് ഉറങ്ങുന്ന സമയത്ത് പപ്പ പറയാണ്, ഈ മുഖത്തേക്ക് അമ്മ വരികയാണ്. പപ്പ ഇവിടെ വന്ന് അമ്മയെ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ പപ്പ എന്നോട് വർണ്ണിച്ചപ്പോൾ എനിക്കങ്ങ് അത്ഭുതം കൊണ്ട് ഞാനങ്ങ് സ്തബ്ധയായിപ്പോയി. കാരണം ഗ്രേ നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ് അരയിൽ വെള്ള നാട ചുറ്റി അമ്മ പപ്പായുടെ മുന്നിലേക്ക് വരുന്നു. കയ്യിൽ ഒരു തൈലക്കുപ്പി ഉണ്ടെന്ന് പറഞ്ഞു. സുഗന്ധ തൈലമായിരുന്നു. ചാരി ഇരുന്ന് ഉറങ്ങുന്ന പപ്പായുടെ മുഖത്തേക്ക് അമ്മ ആ സുഗന്ധ തൈലം തളിച്ചു. പെട്ടെന്ന് ഈ മുഖത്തേക്ക് വന്ന് വീഴുന്ന ശരിക്കും പപ്പ അനുഭവിച്ചെന്ന് പറഞ്ഞു. ഞെട്ടി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മുറി മുഴുവൻ റോസാപ്പൂവിൻ്റെ ആണോ മുല്ലപ്പൂവിൻ്റെ ആണോ എന്ന് വേർതിരിച്ചറിയാനാവാത്ത വിധത്തിലുള്ള സുഗന്ധമായിരുന്നു. പപ്പായെ ഈ ഇത്രയും ക്രിട്ടിക്കൽ സാഹചര്യത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന എൻ്റെ പ്രിയ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. അതോടൊപ്പം തന്നെ വചന ശുശ്രൂഷയിലൂടെ ആത്മീയ ബലം പകർന്നു നൽകുന്ന നമ്മുടെ ജോസഫച്ചനും നന്ദി അർപ്പിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പുറപ്പാട് 20-ാം അധ്യായം 24-ാം തിരുവചനമാണ്. അതായത് ആകാശത്ത് നിന്ന് അജ്ഞാതമായ അപ്പം വർഷിക്കാനും പകൽ മേഘത്തണലായി നിൽക്കാനും ജെറീക്കോ കോട്ടയുടെ സൈനിക ശക്തി തകർത്ത് തൻ്റെ ആശ്രിതരെ ജോർദാൻ നദി വറ്റിച്ച് മറുകര എത്തിക്കാനുമൊക്കെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യം, അത് സാക്ഷ്യപേടകമായാണ് തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനതയുടെ കൂടെ സഞ്ചരിച്ചിരുന്നതെങ്കിൽ ഇന്ന് വാഗ്ദാന പേടകമായ അമ്മ, അതായത് ഈശോയെ, മാംസമായ ഈശോയെ, വചനമായ ഈശോയെ ഉദരത്തിൽ സംവഹിച്ച പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമാണ് പുതിയ നിയമത്തിലെ. ആ വാഗ്ദാന പേടകമായ അമ്മ എങ്ങനെയാണ് അനുദിന ജീവിത സാഹചര്യങ്ങളിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് തൻ്റെ ആശ്രിതരെ, അതായത് തൻ്റെ മക്കളെ നിറയ്ക്കുക എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യത്തിലൂടെ നാം കേട്ടത്. 35% മാത്രം ശ്വാസകോശം പ്രവർത്തിക്കുന്നുള്ള ഒരു മകൻ്റെ സാക്ഷ്യമാണ്, തൻ്റെ പിതാവിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പറഞ്ഞത്. അപ്പോൾ ശ്വാസം മുട്ടലുണ്ട്. അതിനാൽ വർഷങ്ങളായിട്ട് അങ്ങനെ അസ്വസ്ഥപ്പെടുന്ന വ്യക്തിയാണ്, COPD പേഷ്യൻ്റാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ തിമിര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുമ്പോൾ വീണ്ടും അസ്വസ്ഥതകൾ കൂടുകയാണ്, ശ്വാസം മുട്ടലിൻ്റെ. അതെല്ലാം നാം സാക്ഷ്യത്തിലൂടെ കേട്ടതാണ്. പിന്നെ എങ്ങനെയാണ് ആ മകൻ, ICUവിലായിരുന്ന മകൻ, എന്നാൽ ICUവിൽ അവരൊരു ന്യൂമോ കെയർ എന്ന മാസ്ക് വെക്കുകയാണ്. എന്നാൽ ആ മാസ്ക് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യുന്നതിന് പകരം അത് എങ്ങനെയോ മിസ്പ്രോപ്പറായിപ്പോയി. അപ്പോഴവിടെ ശ്വാസം കിട്ടുന്നതിന് ഉപകരിക്കുന്നതിന് പകരം അത് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോഴൊക്കെ അമ്മയുടെ സാന്നിധ്യം എങ്ങനെ ICUവിൽ ഉണ്ടായി എന്നുള്ളത് നാം സാക്ഷ്യത്തിലൂടെ കേട്ടതാണ്. അങ്ങനെ ആ മാസ്കിൻ്റെ പ്രവർത്തനം തന്നെ നിലയ്ക്കുന്നു. പിന്നീട് അത് പ്രോപ്പറായിട്ട് വെക്കാനായിട്ട് ഹോസ്പിറ്റൽ അധികാരികൾ അപ്പോഴാണ് അവരത് ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്തേക്ക് വന്ന് അത് അമ്മയുടെ സുഗന്ധ അഭിഷേകം കൊണ്ട് തന്നെ
നമുക്ക് അമ്മയുടെ സാന്നിധ്യം അറിയിക്കുന്ന ഓരോരോ അനുഭവ സാക്ഷ്യങ്ങളായിരുന്നു ഇപ്പോൾ ഇത്രയും നേരം നാം കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ആ മകൻ ICUയിൽ നിന്ന് ഡിസ്ചാർജായി പിന്നീട് ഇപ്പോൾ നോർമലായിട്ട് തൻ്റെ ജീവിതം ആരംഭിച്ചു അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ആ മകൻ പിന്നീട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ പറയുന്നതും പിന്നീട് എങ്ങനെ അമ്മ ആ മകനെ സുഗന്ധ അഭിഷേകത്താൽ സൗഖ്യം കൊടുക്കുന്നു, പൂർണ്ണമായ ആരോഗ്യം കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുക. നമുക്ക് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് അമ്മയുടെ സാന്നിധ്യം. അപ്പോൾ ഈ സാന്നിധ്യ അനുഭവത്തിലൂടെ അമ്മ നമുക്ക് സൗഖ്യം തരുമ്പോൾ അത് കൈനീട്ടി വാങ്ങുവാൻ നാം ഉടമ്പടിയോട് വിശ്വസ്തരും സത്യസന്ധരുമാകണം. അങ്ങനെയാണ് അമ്മ നമുക്ക് ആ സാക്ഷ്യം നൽകുക. ഈ സാക്ഷ്യം ഇവിടെ പറയുന്ന ഷർമിള എന്ന മകള് വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെട്ട മകളാണ്. ജ്ഞാനസ്നാനത്തിലൂടെ ഈശോയിലേക്ക് അടുത്ത മകളല്ല. എന്നാൽ ഉടമ്പടിയിൽ പറയുന്ന നിബന്ധനകൾ, അതായത് കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, അതുപോലെ ജപമാല അറിയില്ലായിരുന്നു, എന്നാൽ അതൊക്കെ പഠിച്ച് ആ മകൾ ജപമാല പ്രാർത്ഥിക്കുന്നു. അതുപോലെ ബൈബിൾ വായനയൊന്നും മുടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു മകളുടെ നിയോഗം തീർച്ചയായും അമ്മ അത് ആ മകൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.